മമ്മൂട്ടി മോഹൻലാൽ ഫാൻസുകൾ തമ്മിലുള്ള പോരാട്ടം നമ്മൾ പണ്ട് മുതലേ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പേ തന്നെ ഈ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ എത്തിയപ്പോഴാണ് ഒരു സാധാ പ്രേക്ഷകൻ പോലും അതിന്റെ ഭാഗമായി മാറുന്നതും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സ് പേജുകളും ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഫാൻ ഫൈറ്റ് കുറച്ചും കൂടെ കൊഴുക്കത്തേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. ആ ഫാൻ ഫൈറ്റ് നിൽക്കുമ്പോൾ ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം മമ്മൂട്ടി സിനിമകൾ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മമ്മൂട്ടി പ്രേക്ഷകർ പിറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. 2K കിഡ്സുകളിൽ കൂടുതലും മമ്മൂട്ടി ഫാൻസുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ തന്നെ മറ്റൊരു ഫാൻ ബേസ് നോക്കുമ്പോൾ ആ താരത്തിനോട് അവർക്ക് വലിയ താല്പര്യമില്ല എന്ന രീതിയാണ്. അങ്ങനെയാണോ? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മോഹൻലാലിന്റെ ഫാൻ ബേസ് കുറഞ്ഞോ അതോ മമ്മൂട്ടിയുടെ ഫാൻ ബേസ് കൂടിയോ? എന്താണ് പറയാനുള്ളത്? എന്തായാലും അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ മോഹൻലാൽ ആരാധകർക്ക് മോഹൻലാലിൽ നിന്നും വ്യത്യസ്തമായ പല ചിത്രങ്ങളും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിനെ വ്യത്യസ്തമായൊരു രീതിയിൽ കാണാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടനെ താടിയില്ലാതെ ഒന്ന് കാണണം എന്നതാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി അവർ പറയുന്നത്. കാരണം താടിയില്ലാതെ മാസ്ക് കാണിച്ച മോഹൻലാൽ വളരെ കാലമായി അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ മാസ്ക് കാണിച്ച മോഹൻലാൽ കഥാപാത്രം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് അങ്ങനെ മാസ്ക് കാണിച്ച ഒരു പടം തന്നെ റിലീസ് ചെയ്യുകയും ചെയ്തു, സ്പടികം. അവരുടെയൊക്കെ ഉള്ളിലുള്ളതും അങ്ങനെ ഒരു ലാലേട്ടനാണ്. ഒരു 20-25 വർഷമൊക്കെ പുറകോട്ട് പോയാൽ ലാലേട്ടൻ താടി വെച്ച് ഒരു പടത്തിൽ അഭിനയിക്കുന്നത് കണ്ടാൽ കൊതി വരും. അന്നത്തെ കാലത്ത് ലാലേട്ടന്റെ പടത്തിൽ താടി ഉണ്ടെങ്കിൽ എന്തോ വലുത് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരുന്നു. അതിപ്പോൾ കന്മദം, രാജശില്പി, അഹം, അദ്വൈതം, ആറാം തമ്പുരാൻ, സമരൻ ബദലയും, ദേവദൂതൻ എന്നീ സിനിമകൾ കാണുമ്പോൾ ആ താടി ഒരു ഫ്രഷ്നെസ് ആണ്. കഥയിൽ ഏതെങ്കിലും വിധത്തിൽ ആ താടിക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അതുമാത്രമല്ല മിക്ക സിനിമകളിലും താടി വെച്ചും വെക്കാതെയും വന്നിട്ടുമുണ്ട്. ആ വ്യത്യാസം ആ സിനിമയിൽ തന്നെ വ്യക്തമാണ്. ഇതിൽ തന്നെ ചില സിനിമകളിൽ മൊത്തത്തിൽ താടിയും വെച്ച് വരുന്നുണ്ട് മോഹൻലാൽ. അതവിടെ നിൽക്കട്ടെ. അവിടുന്ന് മുന്നോട്ട് വന്ന് ജില്ലയിലെത്തിയപ്പോൾ സത്യത്തിൽ ഇതുപോലൊരു താടി വെച്ചൊരു ഫുൾ പടം മലയാളത്തിൽ വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പുലിമുരുകനും വില്ലനും ഒക്കെ കാണുമ്പോൾ പോലും ആ കഥാപാത്രത്തിന് താടിയുടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നും. ഒടിയൻ എന്ന സിനിമയിലൂടെ ലാലേട്ടന്റെ മുഖം മൊത്തം പോയി. സാധാരണ മനുഷ്യർക്ക് തൊലിയിൽ, പ്രത്യേകിച്ച് മുഖത്തും നെറ്റിയിലുമൊക്കെ സ്വാഭാവികമായി കുഴികളും വളവും ചുളിയും ഒക്കെ ഉണ്ടാകും. ആ ടെക്സ്ചർ ഉണ്ടാകുമ്പോഴാണ് ആ മുഖത്തിന് മനുഷ്യന്റെ പൂർണ്ണത കിട്ടുന്നത്. മുഖത്തെ പേശികൾ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഒന്ന് ചിരിക്കാൻ എങ്കിലും പറ്റൂ. ലാലേട്ടന്റെ കേസിൽ ഒടിയൻ കഴിഞ്ഞതോടെ മുഖത്തിന്റെ പേശികളും സ്കിന്നും മൊത്തത്തിൽ ഡെഡായ അവസ്ഥയാണ്. നമ്മൾ യുകാമിൽ ഫോട്ടോ എടുത്തിട്ട് 100% ഫോട്ടോ സ്മൂത്ത് ആക്കുമ്പോൾ മുഖത്തിന്റെ ആകൃതിയിലെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിൽ ആവില്ലേ? എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയാണ് ലാലേട്ടന്റെ മുഖത്തിന്. സച്ചി ഇമോഷൻ ആവുന്നു എന്ന് സബ്ടൈറ്റിൽ കണ്ട് മനസ്സിലാക്കേണ്ട ഗതികേട് നമുക്ക് വന്നതും അതുകൊണ്ടാണ്. ഒരു സീനിൽ ദേഷ്യപ്പെട്ട് നെറ്റി ചുളിക്കാൻ സംവിധാനം പറഞ്ഞാൽ എത്ര ശ്രമിച്ചാലും നെറ്റി ചുളിയില്ല. നാച്ചുറൽ സ്കിൻ ആണെന്ന് പോലും തോന്നാത്ത അവസ്ഥയിൽ ആണ് ആ മുഖം. ഒടുവിൽ ഒടിയൻ ചെയ്യാൻ കുറെ മരുന്നും ഇഞ്ചക്ഷനും ട്രീറ്റ്മെന്റും ഒക്കെ എടുത്തതാണ്. അതിന്റെ സൈഡ് എഫക്ട് മാറ്റാൻ ഒരു വഴിയുമില്ലേ? കോടികൾ ചിലവാക്കി ലോകത്തിന്റെ എവിടെ പോയിട്ടാണെങ്കിൽ പോലും ചുളിവും വരയും ഒക്കെ വീഴുന്ന നോർമൽ സ്കിന്നിലേക്ക് തിരിച്ചു വരണം ലാലേട്ടൻ. കുറഞ്ഞ പക്ഷം ഇപ്പോഴുള്ള താടി തന്നെ കുറച്ച് ട്രിം ചെയ്യുമോ? സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വരികയോ ഫ്രഞ്ച് താടി വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. താടി മുഴുവൻ നര അടിച്ചാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് മുഖത്ത് വന്നാൽ മാത്രമേ ആ മുഖത്ത് ഒന്ന് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാനെങ്കിലും പറ്റൂ. ഒരു എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം മുഖത്ത് തോന്നും. വളരെ സ്നേഹത്തോടെ പറയുകയാണ് ലാലേട്ടൻ എത്രയും പെട്ടെന്ന് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കണം. ലോറൻസ് മാത്യു എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളായിരുന്നത്. അപ്പോൾ തന്നെ അതിനുള്ള മറുപടിയും വന്നു. ഇപ്പോൾ ഈ പറഞ്ഞതിന് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ബോട്ടോക്സ് എഫക്ട്സ് ഒക്കെ മാറി എന്നേ സെറ്റായി. റൈറ്റ് ഐ ബാഗ് മാത്രമാണ് സെറ്റാവാൻ ഉള്ളത്. ലെഫ്റ്റ് ലേറ്റസ്റ്റ് പിക്കിലൊക്കെ സെറ്റാണ്. പിന്നെ ബ്രോ, ഈ പറഞ്ഞ പോലെ പുള്ളി സ്ട്രഗിൾ ചെയ്തത് ബിഗ് ബ്രദറിലും ഇട്ടിമാണിയിലും ആണ് മെയിൻ ആയിട്ടും. മോൺസ്റ്റർ എലോൺ ഒക്കെ ബോട്ടോക്സ് എഫക്ട്സ് എവിഡന്റ് ആയിരുന്നു എങ്കിലും ആ ക്യാരക്ടർ തന്നെ അൾട്രാ വേസ്റ്റ് ആയിരുന്നു. ഈ പോസ്റ്റിൽ തന്നെ എന്തിനാണെന്നറിയില്ല ഒഴിവാക്കി വിട്ട കാര്യമാണ് ലൂസിഫർ, ഇത്തിക്കരപ്പക്കി, ദൃശ്യം 2, ബ്രോഡാഡി, നേര്, വാലിബൻ പെർഫോമൻസുകളൊക്കെ. ഇതിൽ ബ്രോഡാഡിയിൽ ബോട്ടോക്സ് ഉണ്ട് എന്നറിയാം എങ്കിലും കണ്ടിരിക്കുമ്പോൾ അത് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി തന്നിട്ടുള്ളത്. ബാക്കി ലൂസിഫർ ഒക്കെ നോക്കിയാൽ ഈ പറഞ്ഞ പോലെ പീക്കായിട്ടുള്ള മൊമെന്റ്സ് ഒരുപാടുണ്ട്. ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ തോന്നിക്കുന്ന സീൻസ്. സ്റ്റീഫൻ മയിൽ വാഹനത്തെ നോക്കുന്ന ആ നോട്ടം തന്നെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വാലിബനൊക്കെ പ്രീ ഒടിയൻ മോഹൻലാലിനെ കൊണ്ടുപോലും ഇത്രയും നന്നായി പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെന്റും എടുക്കേണ്ടുന്ന ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല നല്ല ക്യാരക്ടർ കിട്ടിയാൽ മാത്രം മതി എന്നാണ് ഇതിനുള്ള മറുപടിയായി ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിന്റെ ഒടിയന് ശേഷമുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ലുക്കുകളും സിനിമകളും വെച്ച് തന്നെ പറയാൻ കഴിയും. ഇനി മോഹൻലാലിന് ഒരു ഗംഭീര വേഷം കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. അതുപോലൊരു കഥാപാത്രം അത് തുടരും എന്ന ചിത്രത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഇമോഷൻ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മോഹൻലാലിനെ നമുക്ക് തുടരും എന്ന ചിത്രത്തിൽ കാണാൻ കഴിയും. അഭിനയ മുഹൂർത്തമുള്ള ഒരു മോഹൻലാൽ
മോഹൻലാൽ അതിൽ പ്രത്യക്ഷപ്പെടും. പിന്നെ വരുന്നത് എമ്പുരാനാണ്. ലൂസിഫറിന്റെ മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് എന്തായാലും എമ്പുരാനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള മൊമെന്റ്സ് പൃഥ്വിരാജ് തന്നെ ക്രിയേറ്റ് ചെയ്യും എന്നതിൽ സംശയമൊന്നുമില്ല. കൂടാതെ ഹൃദയപൂർവ്വം എന്ന ഒരു കോംബോയിലൂടെ മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കാൻ പോവുകയാണ്. അതിൽ മോഹൻലാലിന്റെ താടി പഠിച്ചുള്ള ഒരു ലുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ കാത്തിരിക്കുന്ന ആ ലുക്കിലേക്ക് മോഹൻലാൽ മാറുകയാണ്. പിന്നെ മോഹൻലാൽ പഴയതുപോലെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ലുക്കിലും നമ്മളെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കാം. എല്ലാവരുടെയും ആ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും പ്രേക്ഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ.